എനിക്കിടയായതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹം. ഞാൻ നിങ്ങളെ പലപ്പോഴും ഓർക്കാറുണ്ട്, ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ഈ കാണുന്ന മിക്കവാറും എല്ലാവരും തന്നെ 2 വർഷം മുമ്പ് കണ്ടവരായിരിക്കാം. പുതുതായിട്ട് ആരെങ്കിലും ഉണ്ടോ പാസ്റ്റർ? പുതുതായിട്ട് ഒരു അച്ചായൻ ഗൾഫിൽ നിന്നുണ്ട്, നമ്മുടെ ചർച്ചിന്റെ പാർട്ടായിട്ട്. ഇപ്പോ നേരത്തെ അവര് ഗൾഫിലാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും 2 വർഷം മുമ്പ് ഞാൻ കടന്നു വന്നു ശുശ്രൂഷിച്ചത് ഓർത്തതാണ്. ആ ഓർമ്മയൊന്ന് പുതുക്കാനായിട്ട് ഞാൻ അവിടെ വന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഒരു കാര്യമെങ്കിലും ഒന്ന് പറയാമോ? ഞാൻ ബേസിക്കലി ഒരു ടീച്ചറാണ്, അതുകൊണ്ടാണ് ഇങ്ങനൊക്കെ തുടങ്ങുന്നത്. 2 വർഷം മുമ്പ് പറഞ്ഞ ദൈവത്തിന്റെ വചനം ആർക്കെങ്കിലും ഒരു കാര്യമെങ്കിലും നിങ്ങളെ ടച്ച് ചെയ്ത വിഷയം ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ എനിക്ക് കേൾക്കുന്ന സന്തോഷമായിരിക്കും. ഇന്നത്തെ മെസ്സേജിലേക്ക് പോകുന്നതിന് മുമ്പ് ഓർമ്മയുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളെ ടച്ച് ചെയ്ത വിഷയം ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. നിങ്ങൾ അത് അങ്ങോട്ട് തൊട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചാൽ മതി. 1 മിനിറ്റ് മാത്രമേ തരത്തുള്ളൂ ഇത്. ഫ്രീഡം, പ്രൈസ് ലോർഡ്, ഫ്രീഡം വിത്ത് ലിമിറ്റേഷൻസ് എന്നൊരു സ്റ്റോറി പറഞ്ഞിരുന്നു അന്ന്. ഓക്കെ. ഒരു സ്പോർട്സിനെ പറ്റി പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രീഡം എന്ന് പറഞ്ഞാൽ അതിന്റെ ലിമിറ്റേഷനുള്ളിൽ നിന്നിട്ട് വേണം ചെയ്യാൻ. അപ്പൊ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഫ്രീഡം കൊടുക്കുമ്പോൾ അതാണ്, അവ എല്ലാവർക്കും ഫ്രീഡം ഉണ്ട്, പക്ഷെ ആ ലിമിറ്റേഷൻ താണ്ടിയുള്ളതല്ല, അത് കഴിഞ്ഞിട്ടുള്ള ഇതല്ല, അതൊന്ന് പറഞ്ഞിരുന്നു. ആർക്കെങ്കിലും പറയാനുണ്ടോ? സഹോദരിക്ക് വളരെ താങ്ക്സ്, എന്നെ അത് റിമൈൻഡ് ചെയ്യുകയും എന്നെ എൻകറേജ് ചെയ്യുകയും ചെയ്തതിൽ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഓർക്കത്തക്ക രീതിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള സന്തോഷം. ഇനിയും ശരി, ഇന്നത്തെ മെസ്സേജ് ഈ പറഞ്ഞതിന്റെ കണ്ടിന്യൂറ്റി ആ വാസ്തവത്തിൽ കേട്ടോ. ഇന്നത്തെ മെസ്സേജിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് സിസ്റ്റർ പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇന്ന് രാത്രികാലം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ദി നെറ്റ് ഇൻ ദ ഓഷ്യൻ എന്നുള്ളതാണ് നമ്മുടെ തീം, ദ ഡ്രാഗ് നെറ്റ്. അപ്പോൾ നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നതായിട്ടുള്ള ഉപമയാണ് നമ്മൾ ഇന്ന് ആധാരമായിട്ട് വായിക്കാൻ പോകുന്നത്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 47 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. Matthew chapter 13 verses 47 to 52. Maybe one person can read in English and another person in Tamil or Malayalam whatsoever. Please. പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായ ഒരു വലിയ വലയോട് സദൃശ്യം. നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ചു കരയ്ക്ക് കയറ്റി ഇരുന്നുകൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു. ചീത്ത എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ടുകളയുകയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. Okay, in English or Tamil? Again, the kingdom of heaven is like a dragnet that was carried to the sea and gathered some of every kind, which when it was full, drew to shore. And they sat down and gathered and good to the vessel, threw the bad away. So it will be at the end of the age. The angel come forth, separate the wicked from among the just, and cast them in furnace of fire. There will be wailing and gnashing of teeth. Okay, praise the Lord. നമ്മള് ദൈവരാജ്യത്തെ പറ്റിയാണ് പഠിക്കുന്നത്. അത് വേറെ എവിടെയെങ്കിലുള്ള രാജ്യമല്ല. യേശു പറഞ്ഞു ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. So the kingdom of God is amidst you, and we are learning about the kingdom of God, how God works. ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ.
അത് ഒറ്റ ഉദാഹരണം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുകയില്ല. There are so many examples. Jesus gave so many parables to explain the kingdom of God so that we may know our role. നമ്മുടെ പങ്ക് നമ്മൾ അറിയുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിന്റെ പങ്ക് ദൈവം നിറവേറ്റും. എന്നാൽ ദൈവരാജ്യത്തെ മനസ്സിലാക്കി നമ്മൾ സഹകരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ kingdom of God is like a net put in an ocean. So, first of all, we are given the picture of an ocean. ഒരു സമുദ്രത്തിന്റെ ഒരു ചിത്രമാണ് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയെ പറ്റി ഇപ്പോ പറയുന്നത്. സമുദ്രം, വാസ്തവത്തിൽ ജീവിതം സമുദ്രത്തിലാണ് അല്ലേ? ഇപ്പോൾ പറഞ്ഞതായ പാസ്റ്റർ ജോബി പ്രാർത്ഥിക്കാൻ പറഞ്ഞ വിഷയങ്ങൾ, ഇപ്പോ മഹാമാരി, അല്ലെങ്കിൽ കേരളത്തിലുണ്ടാകുന്ന ആ വലിയ മഴ, മണ്ണിടിച്ചില്, എയറോപ്ലെയിൻ ക്രാഷ്, ഇങ്ങനെ ലിസ്റ്റ് നീണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ യാതൊരു സമുദ്രത്തിന്റെ പ്രത്യേകത അവിടെ നിശ്ചയമില്ല. സമുദ്രത്തിൽ നമുക്ക് ഒരു വീട് പണിയാൻ ഒക്കില്ല. സമുദ്രത്തിനകത്ത് എപ്പോഴും ആടിക്കൊണ്ടിരിക്കും, വള്ളമാണെങ്കിലും ഷിപ്പാണെങ്കിലും. അപ്പോൾ an uncertainty, life is full of uncertainty. ആരോ പറഞ്ഞു, the only certain things is that everything is uncertain. എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടുള്ള ഒരേ കാര്യമേ ഉള്ളൂ, അത് അനിശ്ചിതത്വമാണെന്ന്. ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്. അപ്പോൾ ഇതാ ഇപ്പോൾ നമ്മളായിരിക്കുന്ന സാഹചര്യം സമുദ്രമാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ? ഇപ്പൊ എന്തുവാ, ഇപ്പൊ കുറച്ചുകൂടെ സമുദ്രത്തിൽ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് തോന്നുന്നുണ്ട്. എന്നാൽ ഗുഡ് ന്യൂസ്, ഈ സമുദ്രത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ളതാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അവന്റെ അടുക്കലുള്ള എത്താത്തവൻ, he is in control, believe it, hallelujah. When the floods rise, it will not reach him, and he is in control. That is the message. Praise the Lord, hallelujah. സങ്കീർത്തനക്കാരൻ ഒരു സ്ഥലത്ത് പറഞ്ഞു, നിന്റെ പാതകൾ പെരുവെള്ളത്തിലും നിന്റെ കാൽച്ചുവടുകളെ അറിയാതെയും ഇരുന്നു. Praise the Lord. Your steps were in the flood waters, and you walked over the flood waters, and we did not know your way. Meaning, in this flood situation, in this ocean situation, God is above all. Praise the Lord. വീണ്ടും പറയാം, പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തിയില്ല, അവൻ നമുക്ക് മറുപടമാകും. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും, ഈ മഹാപ്രളയത്തിന്റെ മധ്യേ, ഈ മഹാസമുദ്രത്തിന്റെ മധ്യേ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ദൈവം കൈവിട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോ സ്വർഗരാജ്യം ദൈവം ഇട്ടിരിക്കുന്ന ഒരു നെറ്റാണ്. എവിടെ? ഈ മഹാസമുദ്രത്തിൽ. ഓക്കെ, ഇതിന്റെ ചില ഇംപ്ലിക്കേഷൻസ് ആണ് ഇന്ന് രാത്രികാലം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം? ഇത് നമ്മളെ എങ്ങനെ ബാധിക്കുന്നു? നമ്മുടെ റെസ്പോൺസ് എന്തോ ആയിരിക്കണം? നമ്മൾ കോപ്പറേറ്റ് ചെയ്യേണ്ട വിഷയങ്ങളുണ്ട്. അതെന്താണെന്നാണ് നമ്മള് കർത്താവ് പറഞ്ഞ ഉദാഹരണത്തിൽ ചിന്തിക്കാൻ പോകുന്നത്. ഒന്നാമതായി, ഈ സമുദ്രത്തിൽ ധാരാളം മത്സ്യങ്ങളുണ്ട്. അത് ആരുടെ വകയാ? ദൈവത്തിന്റെ വകയാണെന്ന് പറയും. പക്ഷേ സമുദ്രത്തിലെ മത്സ്യങ്ങൾ ആരുടെ വകയാ? മനുഷ്യരുടെ കാര്യം നോക്കിയാൽ, സമുദ്രത്തിൽ കൊണ്ടുപോയി മുക്കുവന്മാർ വലയിടും. സമുദ്രത്തിലെ മത്സ്യം വലയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ അത് ആരാണോ വലയിട്ടത് ആളുടെ വകയാണെന്ന ലോകത്തിന്റെ ചിന്ത അല്ലേ? It is an accepted fact. Once somebody puts the net, and whatever fish enters inside belongs to the one who put the next net.
It is an understanding among the fishermen. Is it not? You agree with me? If you agree, you can show your hands. You agree with this, is it not? It's an understanding because it is called ownership. See, long ago in Kerala, when we were used to travel in the buses, there used to be big crowd. We are not able to enter the bus. നമുക്ക് ബസ്സിനകത്ത് കയറാൻ വയ്യ. അങ്ങനെ കയറാൻ വയ്യാതിരിക്കുന്ന സമയത്ത് ആളുകൾ തടിച്ചു കൂടുന്ന സമയത്ത് ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയാമോ? അങ്ങേ വശത്തൂടെ പോയി അവരുടെ തൂവാല ഒരു സീറ്റയിലിടും. തൂവാല സീറ്റയിട്ട് കഴിഞ്ഞാൽ നേരത്തെ വാതിൽ കൂടെ കയറി വരുന്നവർക്ക് ഇരിക്കാനൊക്കെയില്ല. കാരണം ആരാണോ തൂവാല ഇട്ടത് ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. This is an understanding in Kerala in those times. I don't know now. Whoever put the towel, the seat belongs to him. So he will come later when others are standing. He will sit. See, this is an understanding among people. Now listen. The ocean, confusion, any sort of difficulty problems. With all this, devil took Jesus to a top hill one day. കർത്താവായ യേശു ഒരു ഉയർന്ന മലയെ കൊണ്ടുപോയി ഇതെല്ലാം കാണിച്ചു. Everything he showed and said, if you bow down and worship me, I will give all these things to you. Actually, nothing belongs to the devil. Devil is a liar, total liar. But he claims ownership of the entire world. Okay, he claims ownership. എല്ലാം അവൻ പറയുന്നു, എല്ലാം എന്റെ വകയാന്ന് പറയുന്നു. അത് ദൈവത്തെ ഫോളോ ചെയ്യാത്ത എല്ലാവരും സമ്മതിക്കുകയും ചെയ്യുക. എന്നാൽ ഭൂമിയും അതിന്റെ പൂർണ്ണത യഹോവയ്ക്കുള്ളതാണെങ്കിലും പിശാച് അതിനെ എല്ലാം ക്ലെയിം ചെയ്യുന്നെങ്കിലും ഇവിടെ ഇതാ ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ്. നെറ്റിനകത്ത് കയറിയതല്ല ആരുടെ വകയാ? നെറ്റ് ഇട്ട ആളിന്റെ വകയാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഈ മഹാസമുദ്രത്തിൽ, in this confused world, in the world of complexities, in the world of uncertainties, in this world, God's net has fallen on me and my honor is God. How many of you will accept? How many of you will accept? I am under the ownership of God because his net has fallen on me. Hallelujah. Praise the Lord. Hallelujah. So even though you are in the ocean, even though you are in uncertainty, even though you are like others, you are still in the ocean. But thank God, our ownership is changed. Hallelujah. This is a strong message. വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ എല്ലാവരും ഉള്ളിൽ കരുതേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ നോക്കിയാൽ എല്ലാവരെയും പോലെ ആകുമെങ്കിലും, if you see, you will be like others. But you are different in certain things. നമ്മൾ വ്യത്യസ്തരാണ്. അതാണ് നാം കാണാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് number one, the ownership. Praise the Lord. And number two, it says, there is a pull. It is called a dragnet. Dragnet means it is dragged. അത് വലിക്കുന്ന ഒരു നെറ്റാണ്. അത് ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുന്നതല്ല. അത് സമുദ്രത്തിലാണെങ്കിലും ഇറ്റ് ഈസ് എക്സ്പീരിയൻസിങ് എ പുൾ ടുവേർഡ്സ് ദ ഷോർ. ഹല്ലേലൂയ. ഒരു തീരത്തേക്ക് ഒരു പുള്ള് അത് അനുഭവിക്കുന്നുണ്ട്. ഒരു തീരത്തേക്ക് തുടർച്ചയായ ഒരു കമ്പൾഷൻ, ഒരു ഫോഴ്സ് അതിനുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. What a sweet and what a glorious spiritual truth. Even though we are in the world, we are in this complex world, we are experiencing a pull towards God's shore. How many of you will say amen and receive it? How many of you will receive it? Hallelujah. I am experiencing a pull towards God. That is felt in our heart. നമ്മുടെ ഹൃദയങ്ങളിൽ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ആ പുള്ള്. എത്ര പേർക്ക് ആ പുള്ളുണ്ട്? എത്ര പേർക്ക് സ്വർഗീയ തീരത്തേക്കുള്ള പിടി, സ്വർഗീയ തീരത്തേക്കുള്ളതായിട്ടുള്ള ആ ഒരു ഹോൾഡ് നിങ്ങളുടെ ജീവിതത്തിലുണ്ട്? സ്തോത്രം പറഞ്ഞ് സ്വീകരിക്കാമോ? Will you receive it?
Amen. Yes, I am pulled towards God's shore. Hallelujah. About the pull, there is a story like this. See, young children, listen. Young children and young people. ഒരു കുട്ടി പട്ടം പറപ്പിക്കുകയായിരുന്നു. One child was flying a kite, and the kite went up and up. അത് ഒത്തിരി മോളിൽ പോയി. Then one stranger came there and asked the boy, "What are you doing?" He said, "I am flying kite." Then he asked, "Where is your kite?" നിന്റെ kite എവിടെയാണ്? The child looked on the top and no kite was seen. And the stranger said, "Your kite is gone." But the boy said, "No, my kite is still flying." And he asked, "How do you know?" എന്റെ കൈറ്റ് പോയിട്ടില്ല, എന്റെ കൈറ്റ് പറക്കുന്നുണ്ട്, എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. അപ്പൊ ആ പയ്യൻ പറഞ്ഞു, എന്റെ കയ്യിൽ ഒരു ത്രെഡ് ഉണ്ട്, ആ ത്രെഡിൽ തുടർച്ചയായിട്ടുള്ള പുള്ളുണ്ട്. ഈ പുള്ളുള്ളിടത്തോളം എനിക്കറിയാം എന്റെ പട്ടം എങ്ങും പോയിട്ടില്ല, എന്റെ പട്ടം പറക്കുന്നുണ്ട്, എന്റെ പട്ടം എന്റെ കയ്യിൽ തന്നെയാണ്. Praise the Lord. എത്ര മനോഹരമായ ഒരു ചിന്ത. സ്വർഗീയമായ ഒരു പുള്ളുള്ളവർക്കറിയാം കൈവിട്ടു പോയിട്ടില്ല എന്നുള്ളത്. Hallelujah. If you experience the pull of God in your heart, you know that you are not left off, you are still in relationship, and one day you will be received up in heaven. And praise the Lord. Hallelujah. So when we are in this ocean, ഈ മഹാസമുദ്രത്തിലായിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് നമുക്കൊരു പിടി ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ എന്നും ഈ സമുദ്രത്തിനകത്ത് ഇരിക്കുകയില്ല. ഒരു ദിവസം ഹല്ലേലൂയ കർത്താവിന്റെ ഷോറിൽ നമ്മളെല്ലാവരും ആണ്. We are all going to be reaching the shore which God has prepared for us. Hallelujah. മൂന്നാമതായിട്ട് സമുദ്രത്തിലുള്ള കാര്യങ്ങൾക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ആർക്കും അറിയാൻ ഒക്കില്ല. We don't know what will happen to, nobody knows what will happen to the things in the ocean. But whatever is in the net, it has a destiny designed by the owner. Praise the Lord. ഉടമസ്ഥൻ തീരുമാനിച്ച ഒരു ലക്ഷ്യം, ഉടമസ്ഥൻ തീരുമാനിച്ച ഒരു തുടർച്ച ആ വലയിലുള്ളവർക്കുണ്ട്. ഈ ലോകത്തിലുള്ളവർക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നത് അറിയാൻ ഒക്കില്ല. But you as a believer, you have a destiny designed by God. How many of you will appreciate it? How many of you will receive it by faith? Yes, I have a destiny designed by God. Praise the Lord. Thirdly comes what the sister said, as I told last time. The same message is repeated here. Listen, some of you can answer me, especially young people. When I ask you a question, you can unmute and answer. Now listen. Fish in the sea can go anywhere. But fish inside the net, how far it can go? Can any children answer? Unmute and answer how far the fish in the net can go. Somebody answer. Let it be an interactive session. വലയ്ക്കകത്തുള്ള മീനിനെ എത്രയും ദൂരം സഞ്ചരിപ്പാൻ കഴിയും? പറഞ്ഞാട്ടെ, ആരെങ്കിലും പറയാം? സമയം നഷ്ടമാക്കാതെ പറഞ്ഞാട്ടെ. എങ്ങും പോകാൻ കഴിയത്തില്ല, വലയ്ക്കകത്ത് തന്നെ കിടക്കും. വലയ്ക്കകത്ത് മീൻ പോകാം. ആ വലയുടെ ബൗണ്ടറി എവിടെയാണോ അവിടെ വരെ മാത്രമേ മീൻ പോകാനൊക്കെ ഉള്ളൂ. സമുദ്രത്തിലാ കിടക്കുന്നതെങ്കിലും ഉടമസ്ഥൻ നിശ്ചയിച്ച ഒരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറി വിട്ടു പോകാനായിട്ട് വല പൊളിച്ചെങ്കിലേ കഴിയുള്ളൂ. എന്ന് പറഞ്ഞാൽ ലോകത്തിൽ എല്ലാരും ചെയ്യുന്നത് പോലെയും എല്ലാരും പോകുന്നിടത്ത് പോകാനും എല്ലാരും പറയുന്നത് പറയാനും, as a child of God, you cannot go wherever the people go. You cannot do whatever the people do, and your limits are defined. Okay, especially young people, children, you learn this very well. As a child of God, your boundaries are defined. How many of you say, yes, I accept God ordained boundaries in my walk and talk and actions? എന്റെ വാക്കിലും എന്റെ നടപ്പിലും എന്റെ പ്രവൃത്തിയിലും
ദൈവം വെച്ചിരിക്കുന്നതായിട്ടുള്ള അതിർത്തികളെ ഞാൻ ബഹുമാനിക്കുന്നു. സ്തോത്രം. എത്ര പേര് പറയും? എത്ര കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് യുവജനങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യുവജനങ്ങളോട് ഇക്കാര്യം പറയണം. ദൈവം നമുക്ക് അതിർത്തി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാനൊരു കൊച്ചു ഉദാഹരണം പറയാം. നമുക്ക് 1-1.5 വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ നമ്മളിങ്ങനെ വീടിന്റെ മുന്നിലത്തെ മുറിക്കകത്ത് കളിക്കാൻ അനുവദിക്കും. അമ്മ ഒരുപക്ഷെ അടുക്കളയിൽ പണി ചെയ്യുകയായിരിക്കും. അങ്ങനെ ആ കുട്ടി കളിക്കുമ്പോൾ സാധാരണ ചെയ്യുകയാണെങ്കിൽ മുന്നിലത്തെ കഥ അടച്ചിടില്ലേ? അമ്മമാരും തല കുലുക്കിയാട്ട് വല്ല പട്ടി കയറി വരാതെ അല്ലെ എന്തെങ്കിലും കയറി വരാതെ കുഞ്ഞു തന്നെ മുറിക്കകത്ത് കളിക്കുകയാണെങ്കിൽ അവിടെ ഒരു വര വരച്ചിട്ടാ ചെയ്യുന്നത്. അല്ല, അല്പം കൂടെ പ്രായമാവുമ്പോൾ മുറ്റത്തിറങ്ങി കുട്ടി കളിക്കാൻ വിട്ടാൽ നിശ്ചയമായിട്ടും ഗേറ്റ് അടയ്ക്കും, ഇല്ലേ? ഗേറ്റ് അടച്ചിട്ടായിരിക്കും ആ കുട്ടിയെ കളിക്കാൻ അനുവദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചെറിയ ബൗണ്ടറി പൊളിക്കുമ്പോൾ ഒരു വലിയ ബൗണ്ടറി ഉണ്ടാക്കിയിട്ടാണ് അത് പൊളിക്കുന്നത്. ഒരു വലിയ ബൗണ്ടറി ഉണ്ടാക്കാതെ കൊച്ചു ബൗണ്ടറി പൊളിക്കരുത്. കുഞ്ഞുങ്ങളോടായി മെസ്സേജ്. നിങ്ങൾ പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാമെന്ന്. മാതാപിതാക്കന്മാരുടെ, ടീച്ചേഴ്സിന്റെ, എൽഡേഴ്സിന്റെ ഒക്കെ അല്ലെ പാസ്റ്റേഴ്സിന്റെ ഒക്കെ അവർ പറയുന്നത് ഒരുപക്ഷെ അത് കേൾക്കണ്ടായെന്ന് നിങ്ങൾക്ക് തോന്നും. ഇത് തെറ്റാണ്. ഒരുപക്ഷെ ഒരു പ്രായമാകുമ്പോൾ നിങ്ങളൊരു ബൗണ്ടറി വെച്ചോണ്ട് വേണം. പ്രൈസ് ദി ലോർഡ്. ഒരു കൊച്ചു ബൗണ്ടറി ഉള്ളത് ബ്രേക്ക് ചെയ്യാൻ. മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് കുറച്ചുകൂടെ വിശദീകരിച്ച് പറയേണ്ട ഒരു മെസ്സേജാണിത്. ഇപ്പോ ചില പിള്ളേർ പള്ളിക്കൂടത്തിൽ പോകും. 4 മണിക്ക് സ്കൂൾ വിട്ടാൽ 4:30 വരേണ്ടത്. ആ 4:30 വരുന്ന ഒരു ബൗണ്ടറിയാ. അഥവാ 4:30 വരാൻ ഒക്കുന്നില്ലെങ്കിൽ 5 മണിക്ക് വരാൻ ഒക്കുന്നുള്ളെങ്കിൽ അത് എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ വരുമെന്നല്ല പറയേണ്ടത്. പിന്നെയോ മമ്മിയോടെ ഡാഡിയോട് വിളിച്ച് പറയണം, ഞാൻ എന്നും 4:30 വരുന്നത്, ഇന്ന് 5:30 വരത്തുള്ളൂ. 5:30 അതൊരു ബൗണ്ടറിയാ, അല്ലേ? അപ്പോ തോന്നിവാസം നമ്മൾ ആരും പോകരുത്, പ്രത്യേകിച്ച് യുവജനങ്ങൾ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എപ്പോഴും ഒരു ബൗണ്ടറി ഉണ്ടായിരിക്കണം. ദൈവം ഉണ്ടാക്കിയ ബൗണ്ടറി. ഹല്ലേലൂയ. എന്റെ വിഷയത്തിലേക്ക് വരട്ടെ. അതുകൊണ്ട് നെറ്റിനകത്തുള്ളവർക്ക് ദൈവം വെച്ച ബൗണ്ടറി ഉണ്ട്. അതിനപ്പുറത്ത് നമുക്ക് ഒന്നും കഴിയില്ല. പൗലോസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, സത്യത്തിന് അനുകൂലമല്ലാതെ സത്യത്തിന് പ്രതികൂലമായി ഒന്നും ചെയ്യുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ലല്ലോ. നോക്കൂ, പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതലിന് അങ്ങനെ ഒരു ബൗണ്ടറി ഉണ്ട്. എന്താണെന്ന് അറിയാമോ? സത്യത്തിന് അനുകൂലമല്ലാതെ സത്യത്തിന് പ്രതികൂലമായി ഒന്നും ചെയ്യുവാൻ എനിക്ക് കഴിയുകയില്ല. അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ അത് കഴിവല്ല, കഴിവുകേടാ. എന്ന് പറഞ്ഞാല് കള്ളത്തരത്തിന് വേണ്ടി കൂട്ടു നിൽക്കുവാൻ, സത്യമല്ലാത്തത് പറയുവാൻ, സത്യമല്ലാത്ത സാക്ഷ്യം പറയുവാൻ, കള്ളസത്യം ചെയ്യുവാനൊക്കെയുള്ള കഴിവുകൾ അത് കഴിവല്ല. അത് സാത്താന്യമായ കഴിവുകളാണ്. ദൈവത്തെ നമ്മെ അകറ്റുന്നതാണ്. അത് വല പൊട്ടിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തില് ദൈവത്തിന്റെ പരിധികൾക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നീട് ഇവിടെ വായിക്കുന്നത് സകലവിധമായ മീനെയും പിടിക്കുന്ന വലയോടാണ് ഇത് ഉപമിച്ചിരിക്കുന്നത്. സകലവിധമായ മീൻ. ഒടുവിൽ നല്ലതിനെ സ്വീകരിച്ച് തീയതിനെ എറിഞ്ഞു കളയുമെന്നാ പറയുന്നത്. At the end, good will be received and the bad will be thrown. But listen, all types of fish are given opportunity to be in this net, meaning God deals with all human beings. The love of God, mercy of God comes for without difference of caste, creed or religion. Every human being is for a time given an opportunity. And then, this is my personal faith. God does not put the net selectively for good fish. നല്ല ഫിഷിന് വേണ്ടി മാത്രമായി ദൈവം വലയിടുന്നില്ല. ദൈവം എല്ലാത്തിനും വേണ്ടിയാണ് വലയിടുന്നത്. എന്നാൽ ഇതിനകത്ത് എഴുതിയിട്ടില്ലാത്ത ഒരു കാര്യം എന്റെ പേഴ്സണൽ ഫെയ്ത്ത് ആണത്. കാരണം നോ ഫിഷ് ഈസ് ഗുഡ് ഇൻ ദ ബിഗിനിങ്. ആദ്യം വല വീഴുമ്പോ ഒരു ഫിഷും കൊള്ളത്തില്ല.
അതിന് എവിഡൻസ്. എല്ലാവരും പാപം ചെയ്തു, ഒരുപോലെ കൊള്ളരുതാത്തരായി തീർന്നു. യേശു പറഞ്ഞു, ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ എത്രയേ വിളിക്കുവാൻ വന്നത്. അപ്പൊ ഈ വിളിക്കപ്പെടുന്ന പാപികളാണ് ഈ നല്ല ഫിഷ് അല്ലേ? അപ്പൊ ഒരിക്കൽ അവർ ചീത്ത ഫിഷ് ആയിരുന്നു. ഈ നെറ്റിന്റെ വിഷയം ഇതിനകത്ത് എഴുതാത്തൊരു വിഷയമുണ്ട്. അത് എന്റെ ഭീഷണ. ദിസ് നെറ്റ് ഈസ് എ ട്രാൻസ്ഫോമിംഗ് നെറ്റ്. ഈ നെറ്റ് രൂപാന്തരം വരുത്തുന്ന ഒരു നെറ്റാണ്. ഈ നെറ്റിനകത്ത് കിടന്നാൽ കൊള്ളരുതാത്ത ഫിഷ് ഈ പുള്ളിന് വിധേയപ്പെട്ടാൽ, ബൗണ്ടറിക്ക് വിധേയപ്പെട്ടാൽ, നിയന്ത്രണങ്ങൾക്ക് വിധേയപ്പെട്ടാൽ, ഓണർഷിപ്പ് സമ്മതിച്ചാൽ അവൻ രൂപാന്തരപ്പെടും. അല്ലാതെ പിടിക്കുന്ന പറഞ്ഞ നല്ലതിനെ അല്ല ഷോറിൽ കയറ്റുന്നത്. നമ്മൾ മറ്റു ഭാഗങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇത്. ദിസ് ഈസ് എ ട്രാൻസ്ഫോമിംഗ് നെറ്റ്. അതുകൊണ്ടാണ് നല്ലതിനെയും തീയതിനെയും എല്ലാം ദൈവം ഒന്നിച്ചവിടെ പിടിക്കുന്നതെന്നുള്ളത് മറ്റു വേദഭാഗങ്ങൾ വെച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ നെറ്റ് നമ്മുടെ മേൽ വീണ് നമ്മുടെ ആരുടെയും മെറിറ്റ് അല്ല. നമ്മുടെ ആരുടെയും മെറിറ്റ് അല്ല. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തെന്നുള്ളതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നോട്ട് ദാറ്റ് യു ഹാവ് ചോസൺ മീ, ഐ ഹാവ് ചോസൺ യു, ജീസസ് സേസ് ടു എവരിബഡി. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ കൃപ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതൊരു ട്രാൻസ്ഫോമിംഗ് നെറ്റ് ആണ്. ഒരു ദിവസം നിത്യതയിൽ ഷോറിൽ ദൈവത്തിന്റെ ആ ടാർഗറ്റിൽ നമ്മളെല്ലാവരും എത്താൻ പോവുകയാണ്. എന്നാൽ അവിടെ കഠിനമെന്ന് തോന്നാവുന്ന ഒരു കാര്യം ദൈവം ചെയ്യും. എന്താണെന്നറിയാം? നല്ലതിനെ സ്വീകരിച്ച് ചീയതിനെ എറിഞ്ഞുകളയും. വെറുതെ എറിഞ്ഞുകളയില്ല, അതിനെ ചുട്ടുകളയെന്നാ പറയുന്നത്. ചുട്ടുകളി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് ഈ നെറ്റിന്റെ അകത്ത് കടന്ന് അഡ്വൈസ് സ്വീകരിച്ച് ദൈവത്തിന്റെ ഇൻഫ്ലുവൻസ് കണ്ട് കേട്ട് എല്ലാം ചെയ്തിട്ടും ഒടുവില് കൊള്ളരുതാത്ത അവസ്ഥയിലാണെങ്കിൽ അതിനെ എറിഞ്ഞു കളയുമെന്ന്. അപ്പോ നമ്മള് സഭ എന്നുള്ളത് ഭയപ്പെടേണ്ടത് ഈ നെറ്റിന്റെ അകത്താകുക എന്നുള്ളൊരു വലിയ കാര്യമാണ്. പക്ഷേ നെറ്റിനകത്തുള്ളത് എല്ലാം സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ള മെസ്സേജ് നമുക്ക് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു മെസ്സേജാണ്. പ്രൈസ് ദി ലോർഡ്. ആ നെറ്റ് എന്ന് പറഞ്ഞാൽ ദൈവം തനിക്ക് വേണ്ടി വേർതിരിച്ച ഏരിയയാണ്, ദൈവത്തിന്റെ ഓണർഷിപ്പുള്ള ഏരിയയാണ്. അവിടെ കിടന്നുകൊണ്ട് വീണ്ടും ദൈവത്തിന് യോജിക്കാത്ത സ്വഭാവം പങ്കിട്ടാൽ, സ്വർഗത്തിന് യോജിക്കാത്ത രീതി പങ്കിട്ടാൽ, പ്രൈസ് ദി ലോർഡ്, എറിഞ്ഞു കളയപ്പെടുന്ന ഒരു ഫേറ്റ്, ഒരു ഡെസ്റ്റിനി ഉണ്ടെന്നുള്ളത് നാം ഭയത്തോടെ ഓർക്കണം. അതുകൊണ്ട് അതാണ് ഹെൽ എന്ന് പറയുന്ന അനുഭവം. അപ്പോൾ ഈ വലയ്ക്കകത്ത് കിടക്കുമ്പോ എല്ലാ ഫിഷും ഒരുപോലെയാണ്. എന്നാൽ ഒരു ദിവസം വരും, ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തതും നമ്മൾ വ്യത്യാസം നമ്മൾ കാണുന്ന ഒരു ദിവസം വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം നമ്മെ തന്നെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോഴ് ഇപ്പോ കൂടുതൽ നമ്മൾ കേൾക്കുന്നത് പ്രോസ്പെരിറ്റി ഗോസ്പെലാ. ഇന്നത് ചെയ്ത അനുഗ്രഹം വരും, നിങ്ങൾക്ക് ജോലി കിട്ടും, നിങ്ങൾക്ക് എല്ലാം നല്ലതാകും. എന്നാൽ യേശു വളരെ പ്രാവശ്യം എരിയുന്ന തീച്ചുളയെ പറ്റി സംസാരിച്ചു. Jesus spoke more times about hell than anybody else. Hallelujah. The message of hell, if we are not fit to God, we will be rejected by God, and that rejection is called the hell. Away, the life away from God. അതിന്റെ ഒരു പ്ലേസ് തീ എന്നുള്ളതിലുപരി കർത്താവിനൂടെ ജീവിക്കുന്നതാണ് സ്വർഗം, കർത്താവിന് വിട്ടുപോകുന്നതാണ് നരകം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. It is more than just fire, being away from God in permanent darkness. And then, number one, we have the grace. We are blessed that you are in the net. Number two, this is a transforming net. Number three, you have the pull towards God. Number four, you have the limits recommended by, prescribed by God. And you have got the grace of God to include you. And submit to the pull, submit to the boundaries, and you will reach the stores and shore, and you and I will be among those who are received. സ്വീകരിക്കുന്ന കൂട്ടത്തിലാകട്ടെ നമ്മള്. അതുകൊണ്ട് സമ്മറി, ഞായറാഴ്ച സഭായോഗത്ത് വന്നതുകൊണ്ട് മാത്രം, ജീവകാലം മുഴുവനും സഭായോഗത്തിന് വന്നുകൊണ്ട് മാത്രം നമ്മൾ ദൈവത്തിന്റെ മാനദണ്ഡങ്ങളെ
തൃപ്തീകരിക്കുന്നില്ല. We are not satisfying God's standard by attending worship services on Sundays. It is more than that. It's a matter of quality. We need to examine ourselves. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Over to Pastor Joby.